ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു എക്സാം ഡേ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സാം സ്റ്റാർട്ടായിട്ടില്ല. ഇസയുടെ ചൊവ്വാഴ്ച 14-ാം തീയതി സ്റ്റാർട്ട് ആവുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ കൂട്ടി വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് കാണാനും അവർക്ക് ഒരു ഐഡിയ കിട്ടാനും എങ്ങനെയാണ് ദിവസം നന്നായിട്ട് കൊണ്ടുപോകാം എന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എക്സാമിൻ്റെ തലേദിവസം നമ്മുടെ ബാഗ് പാക്കിംഗ് ആണ്. എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും കുറച്ചും കൂടിയൊക്കെ ഒരു പരീക്ഷിച്ച് എനർജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സിൽ നമ്മൾ പെന്ന്, പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ, സ്കെയിൽ ഇതെല്ലാം വയ്ക്കുക. പെന്നും പെൻസിലും എക്സ്ട്രാ വയ്ക്കുക. പെന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പെന്നിൻ്റെ തന്നെ ഒരു പുതിയ മോഡൽ വയ്ക്കാവും നല്ലത്. പുതിയത് മീൻസ് പുതിയതൊരെണ്ണം വയ്ക്കാവും നല്ലത്. വേറെ മോഡൽ പെന്ന് എക്സാം സമയത്ത് എടുത്തിട്ട് ചിലപ്പോൾ ചിലവർക്ക് അത് അത്ര കംഫർട്ടബിൾ ആവില്ല. പുതിയ ഐറ്റംസൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ബ്രാൻഡ് പെന്ന് തന്നെ നമ്മൾ എടുക്കുന്നതാവും നല്ലത്. പിന്നെന്താണ്, നമുക്ക് മാസ്കും സാനിറ്റൈസർ വേണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം. റൈറ്റിംഗ് പാഡ് ചില സ്കൂളുകളിൽ സമ്മതിക്കാറില്ല, ചിലയിടത്ത് സമ്മതിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു റൈറ്റിംഗ് പാഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഡെസ്കുമൊക്കെ വെച്ച് എഴുതുമ്പോൾ അതുമ്മേ ഡെസ്കുമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറുമ്മയ്ക്ക് അത് കീറൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് റൈറ്റിംഗ് പാഡ് യൂസ് ചെയ്യാം. കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. ചില ക്ലാസ്സുകാർക്ക് കളേഴ്സും ക്രയോൺസൊക്കെ കൊണ്ടുപോകണം, കൊച്ചുകുട്ടികൾക്കൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബാഗിൽ തന്നെ ഇപ്പം തന്നെ വെച്ച് വെക്കുക. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇനി ഇത് പുറത്തിട്ട് എടുത്തിട്ട് പിന്നെ മറന്നു പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് അവിടെ ഇരുന്നോട്ടെ വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ വെക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. മാത്സ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം സ്പെയറായിട്ട് വീട്ടിൽ നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. കളറും പുറത്ത് സ്പെയറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാഗിൽ നിന്ന് എടുത്ത് പിന്നെ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കൂടെ എന്തായാലും വെച്ചോട്ടോ, നല്ല വെയിലാണ് ഇപ്പോൾ. അപ്പോൾ കുടയൊക്കെ പിടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് നടന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. വാട്ടർ ബോട്ടിൽ മറക്കാതെ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് എല്ലാവരും കുടിക്കുക. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ കുറേ നേരം ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം നെക്സ്റ്റ് ഉച്ചയ്ക്കാണ് എക്സാം, 1:30-ക്കാണ് എക്സാം വരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ടൈം മാനേജ് ചെയ്യാവുന്നതാണ്. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം പഠിക്കാനുള്ളതനുസരിച്ച് എഴുന്നേക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. കാരണം ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് രാവിലെ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നത്. നമുക്ക് ഏത് ടൈമാണോ കംഫർട്ടബിൾ ആ സമയത്ത് എഴുന്നേൽക്കാം. അപ്പോൾ സമയം ഇപ്പോൾ 7:15 ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അമ്പൽപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. വെയിലിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൂ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞു. അപ്പോൾ എന്തായാലും ഇസ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഒരു 7:45 കഴിയുമ്പോൾ പഠിക്കാനായിട്ട് ഇരിക്കണം. അപ്പോൾ ഒരു 7:45 മുതൽ ഒരു 9 മണി വരെയാണ് പഠിക്കാനായിട്ട് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. മലയാളമാണ് എക്സാം വരുന്നത്. അപ്പോൾ മലയാളം കൂടുതൽ നമുക്ക് വായിച്ച് പഠിക്കാനായിട്ടാണുള്ളത്. ചില ചോദ്യങ്ങൾ അവൾക്ക് ഇത്തിരി ടഫുള്ളത് ഞാൻ പറഞ്ഞു ഒന്ന് എഴുതി ജസ്റ്റ് നോക്കിക്കോ. എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് രണ്ടുപേർക്കും സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കണേ. ഇതിനായിട്ട് ഞാൻ ഒരു 2 കോഴിമുട്ടയോ അല്ലെങ്കിൽ 3 നമുക്ക് എടുക്കാം. അതിലോട്ട് കുറച്ച് ക്യാരറ്റ് നമ്മൾ ചീവിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കുക. വേറെ ഏതെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് പൊരിച്ചെടുക്കുന്ന പോലെ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്ലോ ആയിട്ടൊന്ന് കുക്കാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രിൽ പാനിലാണ് ഞാൻ ബ്രെഡ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൽ ബ്രെഡ് മാത്രമല്ല കേട്ടോ, ചിക്കനും അതുപോലെ തന്നെ ഫിഷ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഗ്രില്ല് ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ മാത്രം മതി. ഇത് ഇരുമ്പിൻ്റെ പാത്രമാണ്, നല്ല വെയിറ്റ് ഉണ്ട് ഈ പാത്രത്തിന്. പക്ഷേ വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഒരുപാട് നാൾ ഇരുമ്പ് പാത്രങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ആകെ ഒരു കാര്യമുള്ള നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതിൽ എന്ത് ഗ്രില്ല് ചെയ്യുമ്പോഴായാലൊക്കെ അതും കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇൻഡസ് വാലിയുടെ ഗ്രിൽ പാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ബ്രെഡ് ആയാലും അല്ലെങ്കിൽ ഏത് ഐറ്റംസ് ആയാലും വെക്കുമ്പോൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. റൗണ്ട് ഷേപ്പിനേലും കുറച്ചും കൂടി നന്നായിട്ട് നമുക്കിതിൽ ഫില്ല് ചെയ്ത ഐറ്റംസ് വെക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ആയാലും അല്ലെങ്കിൽ ഏത് ഐറ്റംസ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കണ്ട ആ ഒരു ഗ്രൂവ് പോലെ ഡിസൈനും കൂടി വരുമ്പോൾ നല്ല ഒരു കാണാനൊരു രസമാണ്. അതോടൊപ്പം തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തിയുമാണ്. ഇരുമ്പ് പാത്രത്തിലാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. നമുക്ക് കുറേ നാളത്തേക്ക് നമ്മളിപ്പോൾ ഇതിൽ ഇത്തിരി പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലും ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇരുമ്പ് പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ വില കൂടുതലാണെങ്കിലും. അപ്പോൾ ഞാൻ എന്തായാലും ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ച് അത് വെച്ച് കൊടുത്തു. ചീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ മയോണീസാണ് ഇഷ്ടം ഏതാച്ചാൽ വെക്കാം. ഇതിപ്പോൾ ഇത്രയിച്ച് ഭയങ്കര വലിയ റെസിപ്പി ഒന്നല്ല. പക്ഷേ ഒരു ഡെയിലി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഐറ്റം ഒന്നല്ല. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുമ്പോഴാണ് ഭയങ്കര അൺഹെൽത്തി ആവുക.
നമ്മൾ നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വീഡിയോസിൽ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ, അതായത് നമ്മുടെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് അവരും കഴിക്കാറുള്ളത്. സിമ്പിൾ ഫുഡാണ് രണ്ടുപേർക്കും ഇഷ്ടം. പക്ഷേ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലും നമ്മൾ ബ്രെഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. കാരണം അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ചീസും കാര്യങ്ങളൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും 9 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കും. 9 മണി മുതൽ 9:30 ആകുമ്പോഴേക്കും, ചിലപ്പോൾ ചില ദിവസം 9:30 കഴിക്കാറ് ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വേഗം ബ്രെഡൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആകുമ്പോൾ വേഗം എല്ലാവർക്കും തിരക്കായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞാൽ ഒരു 9:30 മുതൽ ഒരു 10:30 വരെ നമുക്ക് പഠിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ടൈം വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പഠിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് പൊതുവേ എപ്പോഴും ബാൽക്കണിയിലോ അല്ലെങ്കിൽ പുറത്തിരുന്നിട്ട് പഠിക്കാനായിരുന്നു പണ്ട് തൊട്ടേ ഇഷ്ടം. പക്ഷേ പഠനത്തിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കാര്യങ്ങൾക്കൊക്കെ ഡിസ്റ്റർബ്ഡ് ആയി പോകും, പെട്ടെന്ന് അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരരുത്. പക്ഷെ നമ്മൾ എപ്പോഴും പ്രകൃതിയോട് ചേർന്ന് പുറത്തൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ആ ഫ്രഷ് എയർ ഒക്കെ കിട്ടുമ്പോൾ ആ നാച്ചുറൽ ലൈറ്റിംഗ് ഒക്കെ കിട്ടുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ രാവിലെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടാണ് ഇപ്പോൾ. അതുകൊണ്ട് പുറത്തിരുന്ന് വല്ല വയ്യായി വരും. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കുക. വല്ലാതെ വെയിലത്ത് പോയി ഇരുന്ന് പഠിക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കുറച്ച് നേരം ബ്രേക്ക് ടൈം എടുക്കാം. സമയം 10:30 നമ്മൾ 1 മണിക്കൂറോളം പഠിച്ചു. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊക്കെ അശ്രദ്ധയായി പോയെങ്കിൽ നമ്മൾ 1 അവർ പഠിച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി നേരം കളിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. കഴിഞ്ഞ വെക്കേഷന് ഞങ്ങൾ കിച്ചൺ സെറ്റ്, ഇങ്ങനത്തെ പേപ്പർ കിച്ചൺ സെറ്റ് ഉണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ പരീക്ഷ സമയത്ത് ദയവ് ചെയ്തൊന്നും ഉണ്ടാക്കാതിരിക്കരുത്. നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാൻ പോയാൽ മതി കേട്ടോ. ഈ ഒരു സംഭവം വെച്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഇസ ഉണ്ണിയായിട്ട് ഉണ്ട് കേട്ടോ. ഇസ കുഞ്ഞുണ്ണിയാണ്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ആ സമയത്ത് പഠിച്ചിരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ എക്സാം സമയത്ത്, ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്, എക്സാം സമയത്ത് ഭയങ്കര ഐഡിയ ആയിരിക്കും. ക്രാഫ്റ്റ് ചെയ്യാനും പുതിയ കളികൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക്. അപ്പോൾ എക്സാം സമയമാകുമ്പോൾ ആ ഒരു എനർജി ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ പഠിക്കുന്നതിലും കൂടുതൽ എൻ്റെ മനസ്സിലായിരിക്കുക വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം, ഇന്ന ക്രാഫ്റ്റ് ഉണ്ടാക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഒരു ഡിഗ്രി പരീക്ഷ സമയത്ത് എൻ്റെ ഇസകുട്ടി അന്ന് ചെറുതാണ്, എൻ്റെ ഫൈനൽ ഇയർ എക്സാമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നാണ്, എനിക്കൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അത്ര വലുതായിട്ടാട്ടോ പാവനെയൊക്കെ വെച്ചിട്ട് ഞാൻ കളിച്ചിരുന്നത്. അതൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു. അതിനൊരു ഡോൾ ഹൗസ് എനിക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതാണെങ്കിൽ എക്സാം നടക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ആ ഡോൾ ഹൗസ് ഉണ്ടാക്കണം എന്നുള്ള ജ്വരം മാത്രം, പഠിക്കാനുള്ള ജ്വരത്തിലെങ്കിലും കൂടുതൽ അത് ഉണ്ടാക്കണം എന്നുള്ളൊരു ജ്വരം. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ അടക്കി പിടിച്ച് ഞാൻ വിചാരിച്ചു പരീക്ഷ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് അതൊക്കെ മാറ്റി വെച്ച് നല്ല രീതിക്കൊക്കെ പഠിച്ചു, നല്ല മാർക്കൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ ആ പ്രാവശ്യം ഞാൻ ഡോൾ ഹൗസൊക്കെ നല്ല ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ എക്സാം സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ ദയവ് ചെയ്ത് ഇപ്പം ഇത് കണ്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയി ആരും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ ഇസയോടും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്രാഫ്റ്റൊക്കെ പിന്നെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നീ ഇപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് കളിക്ക്. ആ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് ക്രാഫ്റ്റും കാര്യമൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട്, അപ്പോൾ നമുക്ക് കളിക്കാം. അപ്പോൾ എന്തായാലും ഇത് നല്ല രസമാണ് കേട്ടോ. അത് വെച്ചിട്ട് കളിക്കാനായിട്ട് പെൺകുട്ടികൾക്കാണോ അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പെൺകുട്ടികൾക്ക് കിച്ചൺ സെറ്റൊന്നും ഇഷ്ടമില്ലാത്ത ആ പെൺകുട്ടികളും ഉണ്ട്. പണ്ടൊക്കെ അങ്ങനെ പറയാം, പെൺകുട്ടികൾക്ക് കിച്ചൺ സെറ്റ്, ബോയ്സിൻ്റെ കാറ്. ഇപ്പം അങ്ങനെയൊന്നല്ല, ഗേൾസും ബോയ്സൊക്കെ ഒരുപോലെ തന്നെ ഫ്രീക്കായിട്ട് വരാമല്ലേ. അപ്പോൾ എന്തായാലും അതേ കിച്ചൺ സെറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അവളവിടെ വാട്ടർമെലൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങൾ, കപ്പ് കേക്ക് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഏത് ഫുഡ് വെക്കണമെന്നാണ് നമുക്ക് ഡൗട്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, പ്ലേ ടൈം കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു മതി നമുക്ക് പഠിക്കാം. സമയം 11 മണിയായി. അപ്പോൾ എന്തായാലും 11 മണി മുതൽ ഒരു 11:30 വരെ അരമണിക്കൂർ കൂടി നമുക്ക് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് എക്സാമിന് വേണ്ടി പോകാൻ റെഡി ആവണം. ഇത് ശരിക്കും ഇപ്പോൾ എക്സാമിന് പോണ ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് ഇങ്ങനൊരു വീഡിയോ. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എക്സാമിന് പോണ ദിവസം ഷൂട്ട് ചെയ്യാനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല, പരീക്ഷയുടെ തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇരുന്ന് റെഫർ ചെയ്യുക. അതായത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മുടെ ലേബറിൻ്റെ ഉണ്ടെങ്കിൽ അതിൽ നോക്കാം. ഞാൻ എപ്പോഴും ലേബറിൻ്റെ പറയുന്നില്ല, നിങ്ങൾക്ക് ഫോണിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. മലയാളം ക്ലാസ് സെക്കൻഡിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെർച്ച് ചെയ്താൽ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഇഷ്ടം പോലെ ഉണ്ടാവും. അത് എടുത്തിട്ടൊന്ന് റെഫർ ചെയ്തിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് സെയിം ടു സെയിം ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് പഠിച്ച് വെച്ച് പോകാമല്ലോ. അപ്പോൾ നമുക്ക് എഴുതാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് പോയാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പകയ്ക്കും, ഇതെന്താ ഇങ്ങനെ വന്നേക്കണ ചോദ്യങ്ങളെന്ന് തോന്നും. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും സമയം 12 മണിയായി. നമുക്ക് കുളിച്ച് ഫ്രഷായി
എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവാം. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അവൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. സാധാരണ അവൾ തന്നെയാണ് കെട്ടാറുള്ളത്. പക്ഷേ എക്സാം ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ ചില ദിവസമൊക്കെ ഒന്നും ഇങ്ങനെ എനിക്ക് നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ കെട്ടി കൊടുക്കും. ഇപ്പോൾ കുറേ ആയി ചെയ്ത് കൊടുക്കാറില്ല. റോസുവിന് മാത്രമേ മുടി കെട്ടി കൊടുക്കാറുള്ളൂ. അപ്പോൾ സ്കൂളിലേക്ക് പ്രത്യേകിച്ച് വലിയ ഹെയർ സ്റ്റൈലും മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, സിമ്പിളായിട്ടാണ് പോകാറുള്ളത്. പിന്നെ ഹെയർ സ്റ്റൈൽ അതിന് 2 സൈഡിൽ മുടി മെടഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വലിയ സ്റ്റൈലിനുള്ള സമയമില്ല. എന്നാലും എന്താ പറ്റണമെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതെൻ്റെ പുതിയ ഓർഗനൈസർ ആട്ടോ, കോസ്മെറ്റിക്സ് ഒക്കെ വയ്ക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടമായി. ഞാൻ അപ്പോൾ കുറേ ദിവസമായി യൂസ് ചെയ്യുന്നു. ഞാൻ മുൻപൊരു ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് ഐറ്റംസൊക്കെ നമ്മൾ തെറിച്ച് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വട്ടത്തിൽ കറക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ കുറേ പേര് പറയുന്നു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നൊക്കെ സ്കൂളിലേക്ക് പോകണുണ്ട്. അങ്ങനെ ഒരു മേക്കപ്പ് ലുക്ക് ഒക്കെ ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ. എനിക്ക് അറിഞ്ഞൂടാട്ടോ. നമ്മളെന്താ ചെയ്യുക, ജസ്റ്റ് കുറച്ച് പൗഡർ ഇടും, പിന്നെ കണ്ണെഴുതും, ഐലൈനർ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ ഐലൈനർ ഇടും, ലിപ് ബാം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈസി ആയിട്ട് കുഞ്ഞു ലിപ് ബാമൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്, അത് യൂസ് ചെയ്യാം. നെയിൽ പോളിഷ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടാം. പക്ഷേ ചില സ്കൂളുകളിൽ നെയിൽ പോളിഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ചില കൊടുത്ത് എനിക്കറിയില്ല, ഇവർക്ക് പ്രശ്നമില്ല. അപ്പോൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം. പിന്നെന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. റിബണൊക്കെ കിട്ടും. അതൊക്കെ തന്നെ സ്കൂളിലേക്ക് പ്രത്യേകിച്ച് മേക്കപ്പ് ലുക്കിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ചോദിച്ചവരോട് പറഞ്ഞു മാത്രം. പിന്നെ മറക്കാതെ എക്സാമിന് വേണ്ടതാണ് വാച്ച്. അതെന്തായാലും നമ്മൾ വയ്ക്കുക. ബാക്കി മേക്കപ്പും കാര്യം നോക്കിയിട്ട് കാര്യമില്ല. അതവിടെ വാച്ച് നമുക്ക് മസ്റ്റായിട്ടും കെട്ടണം. അത് നോർമൽ വാച്ച് ഇങ്ങനത്തെ യൂസ് ചെയ്യുക. സ്മാർട്ട് വാച്ച് കാര്യങ്ങളൊന്നും കൊണ്ടുപോയിരുന്നിട്ട് അങ്ങനെ സാധാരണ സ്കൂളുകളിൽ അലവ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നോർമൽ വാച്ച് കേടായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റാക്കുക, അല്ലെങ്കിൽ ഒരു വാച്ച് നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ അവർ കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കാതിരിക്കുന്ന നേരത്തെ ചിലപ്പോൾ അവരെന്തെങ്കിലും ഫോണിൽ വല്ല കാർട്ടൂണോ എന്തെങ്കിലും കാണാനായിട്ടിരിക്കും. കാരണം അന്ന് രാവിലെ തൊട്ട് അവരൊന്നും കണ്ടിട്ടില്ല, ടി വി വെച്ചിട്ടില്ല, ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയുമോ, ഇവർ 2 പേർക്കും 2 ചോയ്സസാണ്. റോച്ചൂണാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല കാർട്ടൂൺ പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. ഇസയ്ക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാണാനാവും. 2 പേരും കൂടി തല്ലോട്ടാവുമ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലെല്ലാവരോടും എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് റിലാക്സ് ആയിട്ട് എക്സാമിന് പോവാം. ഇനി എക്സാം ഹാളിൽ എത്തിക്കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് എക്സാമിന് എത്തിക്കഴിയുമ്പോൾ റിലാക്സ് ആവുക. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കിട്ടാത്ത ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വെറുതെ ടെൻഷൻ വരുത്തി വെക്കേണ്ട. പലരും ചിലപ്പോൾ നമ്മളിങ്ങനെ ടെൻഷനാകാൻ ഓരോന്ന് പറയും, അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. നമ്മൾ പഠിച്ചിടത്തോളം ഇത്ര പഠിച്ചല്ലോ, ഇനി കിട്ടുന്നത് പോലെ നന്നായിട്ട് എഴുതുക. അവിടെ ചെല്ലുക, റിലാക്സ് ചെയ്യുക, ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിക്ക് വായിക്കുക. അതിൽ നമുക്ക് നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങളുണ്ടാവുമല്ലോ, അതാദ്യം വേഗം എഴുതുക. തീരെ കിട്ടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ലാസ്റ്റത്തേക്ക് വെക്കുക. പക്ഷെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ എല്ലാത്തിനും പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഒരു കാരണവശാലും തെറ്റരുത്. എനിക്ക് അങ്ങനത്തെയൊക്കെ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ സമയം മാനേജ് ചെയ്ത് എഴുതുക. കുറേ വാരി വലിച്ച് എഴുതാതെ സമയം അനുസരിച്ച് എഴുതുക. ആൻസർ പേപ്പർ ഒരു തവണ നിർബന്ധമായിട്ടും വായിക്കുക. പലപ്പോഴും നമ്മൾ ആൻസർ പേപ്പർ വായിക്കാതെ വിടുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പേപ്പറിലേക്ക് അത് എഴുതിയിട്ടുണ്ടായിരിക്കില്ല. അത് വായിക്കുമ്പോൾ നമുക്കറിയാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, നന്നായിട്ട് എക്സാം എഴുതാം.